ഇപ്പോൾ ജെയ്സൺ ചേരുന്നുണ്ട്. ജെയ്സൺ ഒരു പുതിയ അപ്ഡേറ്റ് നൽകും. അതിരപ്പള്ളിയിലുണ്ട്. ജെയ്സൺ, എന്താണ് ജെയ്സൺ ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് ഉണ്ടെന്ന് കേട്ടു? ഇപ്പോൾ പരിക്ക് പറ്റിയ ആനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം കാണിക്കുന്നത്. ഇപ്പോൾ നാം അതിനെ വീണ്ടും സ്പോട്ട് ചെയ്തിരിക്കുകയാണ് ആനയെ. ഇപ്പം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ ആനയെ നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എവിടെയാണ് ആന എന്ന സംബന്ധിച്ച് തിരഞ്ഞു വരികയായിരുന്നു. ഇപ്പോൾ നാം അതിനെ സ്പോട്ട് ചെയ്തിരിക്കുന്നു. എണ്ണപ്പനത്തോട്ടത്തിനുള്ളിലാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ തോന്നുന്നില്ലേ അരുൺകുമാർ? കാണാം വ്യക്തമായി തന്നെ. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകരുതെന്ന് വനംവകുപ്പിന്റെ കൃത്യമായ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മാത്രമല്ല അവര് പരിക്കേറ്റിരിക്കുന്നത് കൊണ്ട് അല്പം ടെൻഷനും കാണും. അതെ, തീരെ അവശ്യ നിലയിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതിൻ്റെ ആദ്യം നല്ല രീതിയിലുള്ള ഒരു ശരീരമൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് ക്ഷീണിച്ചിരിക്കുന്നു. തീറ്റ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിനാവശ്യമായൊരു തീറ്റ എടുക്കാൻ കഴിയുന്നുണ്ടോ എന്നൊരു ആശങ്കയുണ്ട്. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അതിൻ്റെ വാരിയലിൻ്റെ ഭാഗമൊക്കെ കൃത്യമായി കാണാം. അതുപോലെ തന്നെ മുകളിലുള്ള നട്ടെല്ലിൻ്റെ ആ പ്രദേശമുണ്ടല്ലോ, നമ്മൾ നട്ടെല്ലെന്ന് പറയുന്ന ഭാഗത്തൊക്കെ കുറേശ്ശെ മെലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മൊത്തത്തിൽ ക്ഷീണിതനാണ്. അതിൻ്റെ നിൽപ്പ് തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. വളരെ ക്ഷീണിതമായി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ആനയ്ക്കുള്ളത്. നേരത്തെ ആരും അല്പം മുമ്പ് നാം നൽകിയ ലൈവിൽ പറഞ്ഞിരുന്ന ഒരു 15 മിനിറ്റ് മുന്നേ ഈ പരിസരത്തുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അത് പതുക്കെ ഉള്ളിലേക്ക് പോയി. വീണ്ടും അത് ഇപ്പോൾ എണ്ണപ്പനത്തോട്ടത്തിൽ നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്, ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നാം നൽകുന്നത്. നമ്മൾ റിപ്പോർട്ടർ ചാനലിലൂടെ ഇന്ന് ഏറ്റവും അവശ്യ നിലയിലായ ഈ ആനയെ തേടിയാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഡോക്ടർമാരുമൊക്കെ നിരീക്ഷണത്തിനായി ഇറങ്ങിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നാം ദൃശ്യങ്ങളായി നമ്മുടെ നൽകുന്നത്. അവശ്യ നിലയിൽ തന്നെയാണ്. തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എടുക്കുന്നുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ് അവന്. തീർച്ചയായും. മാത്രമല്ല തുമ്പിക്കൈക്ക് എടുക്കാൻ തന്നെ കുറച്ച് പ്രയാസമുള്ളതായിട്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. വളരെ ക്ഷീണിതനാണ്. മാത്രവുമല്ല കാര്യമായ മൂവ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട്. എപ്പോഴും ചെവി ആട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ നെറ്റിയുടെ സ്ഥിതി എന്താണെന്ന് അറിയാം. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ ആന ഒരു ഭാഗത്തേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത് എന്നുകൊണ്ടും അത് കൃത്യമായി ആ നെറ്റിയിലെ മുറിവിൻ്റെ ആഴം എത്രയാണെന്ന് കാണിക്കാൻ കഴിയില്ല. പക്ഷേ അതോടൊപ്പം തന്നെ നാം ഇതൊരു നിശ്ചിതമായ ഒരു അകലം പാലിക്കേണ്ടതുണ്ട്. അത്രയേറെ അപകടം നിറഞ്ഞൊരു സ്ഥലമാണ് ഈ പ്രദേശം മുഴുവൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 കാട്ടാന നമുക്ക് നിന്നതിന് തൊട്ടുപുറയിൽ അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ചുറ്റുപാടും ആനകൾ നിറഞ്ഞൊരു സ്ഥലമാണ്. അതിനിടയിലാണ് പെണ്ണപ്പനത്തോട്ടത്തിൽ വന്ന് നിൽക്കുന്നത്. വളരെ ക്ഷീണിതനാണ് ആന. ഇപ്പോൾ കണ്ണിൻ്റെ ഭാഗമൊക്കെ കണ്ടില്ലേ അരുൺകുമാർ? വളരെ നമ്മളെ ഈ നെറ്റിത്തടത്തിന് തൊട്ട് മസ്തകത്തിൻ്റെ ഭാഗം വളരെ ശോഷിച്ചു തുടങ്ങിയിരിക്കുന്നതാണ്. ഇത് തന്നെയാണ് നേരത്തെ DFOയും അതുപോലെ തന്നെ വനംവകുപ്പിൻ്റെ ഡോക്ടർമാരെല്ലാം പറഞ്ഞത്. വളരെ അവശനിലയിലാണ്, ഗുരുതരാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ മയക്കുവെടി എന്നത് പ്രായോഗികമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ പരിസരത്ത് വെച്ച് തന്നെയാണ് അന്നും മയക്കുവെടി വെച്ചത്. ഏകദേശം അതിനടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. സാധ്യത ഇപ്പോൾ തീർച്ചയായും നമ്മൾ DFOയെ അറിയിച്ചിട്ടുണ്ട്. അരുൺ സക്രിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ലഭിച്ചില്ല. പക്ഷേ DFO കോടനാട്ടേക്ക് തിരിച്ചിട്ടുണ്ട്, അവിടുത്തെ കൂട് നോക്കാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പാണ് നമ്മോട് നേരത്തെ പ്രതികരിച്ചത്. അപ്പോൾ ഇപ്പോൾ നാം അറിയിച്ചിട്ടുണ്ട് വീഡിയോ ജേർണലിസ്റ്റും നിൽക്കുന്ന സ്ഥലത്ത് ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വളരെ വ്യക്തമായി തന്നെ ആനയുടെ ദൃശ്യങ്ങൾ കാണാം. തൊട്ടടുത്ത് മറ്റാനകളെ ഇപ്പോൾ നമ്മൾ സ്പോട്ട് ചെയ്യുന്നിട്ടില്ല. പക്ഷേ ആന വളരെ ദുർബലനായി തന്നെയാണ് കാണപ്പെടുന്നത്. ആന മെലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആനയുടെ ശരീരത്തിൽ അസ്ഥികളൊക്കെ പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. മസ്തകത്തിന് പരിക്കേറ്റ ആന ആ തുമ്പിക്ക കൊണ്ട് ഭക്ഷണം എടുക്കുന്നതിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാര്യം മസ്തകത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് ആ പരിക്ക് വന്നത് എന്നുള്ളത് ഇനിയും വ്യക്തമല്ല.